ഇപ്പുറത്തെ സൈഡിൽ നോക്കണ ആന വരുന്നുണ്ടോ? നമ്മളിന്ന് പോണത് കേരളത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള റൂട്ടിലേക്കാണ്. എവിടെയാണെന്നല്ലേ? അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ട്. കേട്ട് പരിചയമുള്ള ആൾക്കാർക്ക് അറിയാം, കുറച്ച് ഡേഞ്ചറസ് ആണ് ആ റൂട്ട്. നമ്മൾ ഈ ഒറ്റ മൈൻഡിൽ ഇറങ്ങിയത് 2 വീലർ എടുത്തിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ റിസ്ക് കൂടുതലാണ്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് ചാലക്കുടിക്ക് ഏകദേശം ഒരു 2 ഹവേഴ്സിൻ്റെ ഉള്ളിൽ ഒരു 1.5 അവർ ഉണ്ടാവും. ചാലക്കുടിയിലാണ് അതിരപ്പള്ളി ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിതാ ചാലക്കുടിയൊക്കെ എത്തി. ചാലക്കുടിയിൽ നിന്ന് പിന്നെയും അതിരപ്പള്ളിയിലേക്ക് കുറച്ചുകൂടി ദൂരമുണ്ട്. സോ അവിടെ നിന്ന് നമ്മൾ എത്തിയതിന് ശേഷം ഒരു 11 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വിചാരിച്ചു ഏതായാലും ഫോറസ്റ്റ് നമ്മൾ കയറി കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാവില്ല. സോ അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പോണ വഴി എനിക്ക് തോന്നുന്നു ചാലക്കുടിയിൽ എല്ലാ വീടുകളിലും ഒരു റംബൂട്ടാൻ എന്നുള്ള പോലെ എല്ലാ വീട്ടിലും ഉണ്ട് കേട്ടോ റംബൂട്ടാൻ. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞേക്കണം, എല്ലാ വീട്ടിലും കുറേ റംബൂട്ടാൻ ഉണ്ടാവും. കാരണം അതിൻ്റെ സീസണാണെന്ന് തോന്നണം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം അതിരപ്പള്ളി എത്താറായി. അപ്പോൾ ഇത് അവിടുത്തെ 2 തീം പാർക്ക് ഉണ്ട് കേട്ടോ അതിരപ്പള്ളിയിൽ. അതിലൊന്നാണ് ഇപ്പോൾ കഴിഞ്ഞത്. പിന്നെ നമ്മളിതാ അതിരപ്പള്ളിയിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. അതിലേക്കുള്ളൊരു റൂട്ടാണ് കേട്ടോ അത്. പോണ വഴി നമുക്ക് ഇത് ഏഴാറ്റുമുഖമാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആനകളെ കാണാം കേട്ടോ, പകൽ സമയത്താണെന്നുണ്ടെങ്കിലും രാത്രിയാണെന്നുണ്ടെങ്കിലും. പിന്നെ ഇതൊരു പ്രൈവറ്റ് പ്ലാന്റേഷനാണ്. സോ നമുക്ക് അവരുടെ അനുമതി ഇല്ലാതെ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പാടില്ല എന്നാണ്. അതറിയാതെ പല ആൾക്കാരും കടന്നു പോകുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ രണ്ടാമത് പറഞ്ഞ അമ്യൂസ്മെൻറ്റ് പാർക്ക്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് അതിരപ്പള്ളിയിലേക്ക് കയറി കേട്ടോ. നമ്മൾ പോയ ദിവസം വർക്കിംഗ് ഡേ ആയിരുന്നു, പക്ഷെ എന്നാലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അതിരപ്പള്ളി വാട്ടർഫോളിൻ്റെ ഒരു അവസ്ഥ. ഭയങ്കര ഫ്ലോ ഇല്ല, പക്ഷെ എന്നാലും കുറച്ചൊരു റെയിനി ആയതുകൊണ്ട് അത്യാവശ്യം കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. നോർമലി സമ്മർ ടൈമിലൊക്കെ ഭയങ്കര മോശമായിട്ടാണ് വാട്ടർഫോൾ ഉണ്ടാവുക. നമ്മളിപ്പോൾ കണ്ടത് അതിരപ്പള്ളി. ഇവിടുന്ന് ഇനി ഒരു 6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ വാഴച്ചാലിലേക്ക് എത്തും. പിന്നെ അതും കഴിഞ്ഞ് പോയിട്ട് വേണം നമ്മളെ ഡെസ്റ്റിനേഷൻ മലക്കപ്പാറ. സൂപ്പറായിട്ട് വ്യൂ കാണിക്കാനും അറിയാം. നമ്മൾ വാഴച്ചാലെത്തി. വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് അല്ല മലക്കപ്പാറ. അങ്ങനെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കിടന്ന് മലക്കപ്പാറ പോവാണ്. അപ്പുറത്തെ സൈഡിൽ നോക്കണ ആന വരുന്നുണ്ടോ? ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്തപ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ഭീകരത ശരിക്കും മനസ്സിലായത്. കാരണം 2 സൈഡും ഡീപ്പ് ഫോറസ്റ്റ് ആണ്. പോരാത്തിന് ഇതുപോലുള്ള ഈറ്റക്കാടിൻ്റെ ഉള്ളിൽ ആനകൾ ഇങ്ങനെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ പെട്ടെന്നായിരിക്കും അവരിങ്ങനെ അറ്റാക്ക് ചെയ്യണത്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല എവിടെയായിരിക്കണേന്നുള്ളത്. കാരണം അത്ര ഫാസ്റ്റ് ആയിട്ടായിരിക്കും ആനകളെന്ന് തന്നെയല്ല, ആനയായാലും പുലിയായാലും കരടിയായാലും എന്ത് തന്നെയായാലും ഏത് വന്യജീവികളാണെങ്കിലും പെട്ടെന്നായിരിക്കും അറ്റാക്ക് ഉണ്ടാവുക. നമ്മൾ കയറി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു പേടി, എത്രത്തോളം പേടിയുണ്ടെന്ന് മനസ്സിലായത്. പോണ വഴിക്ക് നമ്മൾ ഈ ഒരു അമ്മേനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരിവിടുത്തെ ട്രൈബൽസ് ആണ്. അപ്പോൾ ഇവരുടെ ഒപ്പം 2 പേരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ടൂറിസ്റ്റുകൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽസും ഇതൊക്കെ കളക്ട് ചെയ്യാൻ ഫോറസ്റ്റുകാരെ ഏൽപ്പിച്ചേക്കുന്ന ഇവരെയാണ്. അപ്പോൾ ഇവരത് എടുക്കണതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞൊരാഴ്ച ആനയുടെ അറ്റാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു എന്തോ ഭാഗ്യത്തിന് മാത്രമാണ് ഇവർ രക്ഷപ്പെട്ടത് കേട്ടോ. അതിന് സാരമായിട്ടുള്ള പരിക്കും കൈക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനാണെന്നുണ്ടെങ്കിലും ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഫോറസ്റ്റുകാരുടെ ഭാഗത്തുനിന്ന് യാതൊരു സഹായവും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ ഇവരടുത്ത് സംസാരിക്കുമ്പോഴാണ് ശരിക്കും ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കണ എത്രത്തോളം ബുദ്ധിമുട്ടുകളാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുക. കാരണം ഇവർക്ക് ഇവരുടെ ദുഃഖങ്ങളും അതുപോലെയുള്ള അത്രയും കഷ്ടപ്പാടുകളും മാത്രമേ നമ്മളടുത്ത് പറയാനുള്ളൂ. കാരണം അത്രയും ഒരു സന്തോഷം നമ്മളടുത്ത് ഷെയർ ചെയ്യാൻ അവർക്കില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ വേണ്ടപ്പെട്ട അധികാരികളൊക്കെ ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇവരുടെ ലൈഫൊക്കെ ബെറ്റർ ആക്കാൻ പറ്റുമായിരുന്നെന്ന് നമുക്ക് ഇവരൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല, കാരണം ഇവരുടെ ബസ് വന്ന് ഇവർ പോവുകയും ചെയ്ത്. നമ്മൾ അത് കഴിഞ്ഞപ്പോൾ നമ്മളെ യാത്ര തുടരുകയും ചെയ്തു കേട്ടോ. പിന്നെ ആനിമൽസിനെ കാണുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ എത്താം കേട്ടോ. 6:30-7 മണിക്കെങ്കിലും എത്താൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ കുറച്ചൊരു വെയിൽ വരുമ്പോഴത്തേനും ഉള്ളിലേക്ക് കയറി പോകും. അപ്പം നമ്മളെ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ കാണാനായിട്ട് പറ്റിയില്ല കേട്ടോ.
പിന്നെ വൈകുന്നേരം 4 മണി കഴിഞ്ഞാൽ ഇവർ 2 വീലറിനെ കടത്തി വിടില്ല കേട്ടോ. അപ്പം നമ്മൾ എൻ്റർ ചെയ്ത് ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറി കഴിഞ്ഞാൽ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ചെക്ക് പോസ്റ്റിൽ എത്തണം. 2 മണിക്കൂർ കറക്റ്റ് ആകുമ്പോൾ. അതിലും വൈകിക്കഴിഞ്ഞാൽ അവർ അടുത്ത ചെക്ക് പോസ്റ്റിൽ നിന്ന് കടത്തി വിടില്ല എന്നാണ് പറയണേ. സോ നമ്മൾ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള റൈഡ് 2 മണിക്കൂറാണ് കേട്ടോ. അപ്പം നമ്മളിതാ അടുത്ത ചെക്ക് പോസ്റ്റ് എത്തിയിട്ട് ജസ്റ്റ് അവിടെ നിന്ന് ആ വ്യൂ ഒക്കെ ഒന്ന് കണ്ടതിന് ശേഷം തിരിച്ചു വരികയാണ് കേട്ടോ. കാരണം നമുക്ക് ഈ ആനിമൽസിനെ കാണുന്നത് എന്നുള്ളതിനെക്കാട്ടിലും മെയിനായിട്ട് ഈ ഒരു ഫോറസ്റ്റ് റൈഡ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ്. അതെന്തായാലും ഞാൻ വിചാരിച്ച പോലെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം 2 സൈഡിൽ ഡീപ്പ് ഫോറസ്റ്റ്, പിന്നെ ഈ റൈറ്റ് സൈഡ് കാണുന്നത് കൊക്കയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സേഫായിട്ട് ഡ്രൈവ് ചെയ്യാൻ നോക്കുക. കാരണം ഓവർ സ്പീഡ് ആയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഫ്രണ്ടിൽ ചാടിക്കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് പറ്റും. നമ്മളെ ഫ്രണ്ടിൽ അതുപോലെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വരുന്ന വഴി നമുക്ക് കാണാൻ പറ്റണത് ഒന്ന് ഷോളയാർ ജലവൈദ്യുത പദ്ധതി, പിന്നെ ചാർപ്പ വാട്ടർഫോളും കാണാം. അപ്പോൾ ഈ ഒരു അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ട് വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വരിക കേട്ടോ.